നാട്ടിൽ പോകുന്ന ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്നൊരു റേറ്റിംഗ് വീഡിയോ എടുത്താലോ? റേറ്റിംഗ് മീൻസ് നമ്മൾ ഓരോരോ ക്യാൻഡീസൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ റേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് ലിക്ക് ചെയ്ത് നോക്കിയൊന്നു. രണ്ടിനും സെയിം സ്മെല്ലൊക്കെയാണ്. ഇതിന് കുറച്ചും കൂടി ഒരു സ്ട്രോബെറിൻ്റെ സ്മെല്ലുണ്ട് പിങ്ക് സൈഡിൽ. ഈ കളറിൽ നമുക്കൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം. അങ്ങനെയാണ്. ഈ ബ്ലൂവിൻ്റെ പൗഡർ കുറച്ചും കൂടി സവറാണ്, പിങ്കിൻ്റെ കുറച്ചും കൂടി സ്വീറ്റാണ്. ഇതിന് ഞാനൊരു 10-ൽ ഒരു 3 കൊടുക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ചെറി ബോസിൻ്റെ ട്രൈ ചെയ്യാം. ഇങ്ങനെയാണ് ഷേപ്പ് വരുന്നത്. ഇതിനും ഒരു രണ്ട് ലൈക്ക് റെഡിനും ഗ്രീനിനും സെയിം ടേസ്റ്റാണ്. ഇതിന് മരുന്നിൻ്റെ ഒരു ടേസ്റ്റ്. ഇതിന് ഞാനൊരു 2 കൊടുക്കും. ഇവിടെ കോമഡിയാണ്. ഒരു 2 കൊടുക്കും. നമുക്ക് നോക്കാം ഏത് ഫുഡ് ഐറ്റം, ഐ മീൻ ഒരു ഏത് ഐറ്റംസിനാണ് കൂടുതൽ മാർക്കറ്റാണ്. നമുക്ക് ഇതൊന്ന് ചൂസ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കണോ ഞാനല്ലേ ഇത് വെച്ചപ്പോൾ എനിക്ക് അറിയില്ലേ? അറിയാം. ഇത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാം. ഒരു സ്ട്രോബെറിൻ്റെ ഫ്ലേവറാണ്. അങ്ങനെ പുഷ് ചെയ്താൽ മേലോട്ട് വരും. അത് ഞാനൊരു 6 കൊടുക്കും. നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതെന്താണെന്ന് അറിയാൻ എനിക്ക് വീഡിയോ സെറ്റ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യാനല്ലേ പണി. പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ കവർ ഊരിയിട്ടു കേട്ടോ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇങ്ങനെ 3 ഷേഡിലാണ് വരുന്നത്. സ്ട്രോബെറി, കോള, പിന്നെ ബ്ലൂബെറി. ഈ ചോക്ലേറ്റിന് ഈ ക്യാൻഡീൻ്റെ മാക്സിമം ഫ്ലേവേഴ്സിലെല്ലാതും ഈ ഇത് വരുന്നുണ്ട്. ബ്ലൂബെറിയും സ്ട്രോബെറിയും വരുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതാണ് കവർ കിട്ടാൻ പാടായത്. ബ്ലൂ പുഷ് ചെയ്യാൻ നല്ല ബ്ലൂ അത്ര കിട്ടുന്നുള്ളൂ കേട്ടോ. നല്ല ഹാർഡായിട്ടുണ്ട് ഇവിടെ. ഓക്കെ, എനിക്കിത് കൂടുതൽ ഇഷ്ടപ്പെട്ട കോളയാണ്. കോളയ്ക്ക് ഞാനൊരു 10-ൽ ഒരു 8 കൊടുക്കും.
പിന്നെ ബ്ലൂബെറി ഒരു ഇത്തിരി സവറുണ്ട്. അപ്പോൾ ഞാൻ അതിന് 10-ൽ ഒരു 6 കൊടുക്കും. സ്ട്രോബെറിക്ക് പിന്നെ ഞാൻ 10-ൽ ഒരു 7 കൊടുക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് കവർ പൊട്ടിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഇത് ഗ്രേപ്പ് ഫ്ലേവറാണ്. നമുക്ക് കവർ പൊട്ടി. ഇതാണ് നമ്മുടെ ഡിപ്പ് പൗഡർ, നമ്മുടെ ക്യാൻഡി. പോയിന്ന് വിചാരിച്ചു. നമുക്ക് ഗ്രേപ്പ് ഫ്ലേവറാണ്. ഈ ഒരു ഫ്ലേവറിന് ഞാൻ ഒരു 9 കൊടുക്കും. ഗ്രേപ്പിൻ്റെ നല്ല ഇഷ്ടമുള്ള ഫ്ലേവറാണ്. ഇത് സവറാണ്, ഇത് സവറല്ല. ടു ബി ഓണസ്റ്റ് ഇത് ഞാൻ 10-ൽ 10 കൊടുക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കത് ഇഷ്ടപ്പെട്ടു. അടുത്ത് നമുക്ക് ഇത് പൊട്ടിക്കാം. ഇതിൻ്റെ ഫ്ലേവർ പിന്നെ ഓൾമോസ്റ്റ് എനിക്ക് അറിയാം. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ ആണോ? ഞാനൊരു ഞാൻ പറയാം, ഒരു പ്ലേറ്റും കൂടി എടുത്തിട്ട് പുഡിങ് എടുക്കണ്ടേ. ഇങ്ങനെയാണ് ഗൈസ് വരുന്നത്. ഒരു മെഡിസിൻ്റെ പോലത്തെ സാധനം, ഒരു സവർ പൗഡർ രണ്ടെണ്ണമുണ്ട്. നമുക്കെന്തായാലും കഴിച്ച് നോക്കാം. ഗൈസ് ഞാനിപ്പോൾ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ ഡ്രിങ്കും ഡെസേർട്ടും കാണിച്ചു തരാം. ഞാൻ കാരമലിൻ്റെ പുഡിങ്ങാണ് എടുത്തിട്ടുള്ളത് ഡെസേർട്ടിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഡ്രിങ്ക് സ്റ്റാർബക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ കാരമൽ ഫ്രാപ്പ് കുടിച്ചിട്ടുണ്ട്. ഈ ഫ്ലേവർ കാരമൽ ഫ്രാപ്പാണ് കേട്ടോ. ഞാൻ കുടിച്ചിട്ടുണ്ട്. അതിൽ ക്രീമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് ക്രീമൊന്നുമില്ല, ജസ്റ്റ് ബോട്ടിലാണ്. ഇത് ബോട്ടിൽ ടൈപ്പും നമ്മൾക്ക് സ്റ്റാർബക്സിൽ നിന്ന് കിട്ടുന്ന ഡിഫറൻസ് ഒക്കെ നോക്കാം. ഞാൻ 10-ലാണ് കേട്ടോ റേറ്റ് ചെയ്യാൻ പോണത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇതല്ലേ ട്രൈ ചെയ്യാൻ. നമുക്ക് ട്രൈ ചെയ്ത് ഇതിലൊരു സ്റ്റിക്ക് പോലത്തെ എന്തോ സാധനവും പിന്നെ പൗഡറുമാണ് വരുന്നത്. നമുക്കിത് കട്ട് ചെയ്യണം. ഇത് ഞാൻ ക്രോഷേ ചെയ്യാൻ വാങ്ങിയ സീസേഴ്സുണ്ട്. ഇടയ്ക്ക് ലൈറ്റ് ഒന്ന് പോകുന്നുണ്ടാവും. ഇത് സൺലൈറ്റ്, എൻ്റെ വിൻഡോൻ്റെ അവിടെ സൺലൈറ്റ് ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും. അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾക്ക് ആർക്കെങ്കിലും ക്രോഷേ ചെയ്യാറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അങ്ങനെയാണ് ചെയ്യുക. ട്യൂട്ടോറിയലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇത് സവർ ബ്ലൂബെറി, ഇത് സവർ സ്ട്രോബെറി പൗഡറാണ്. ബ്ലൂബെറി, സ്ട്രോബെറി, ഇത് സ്റ്റിക്ക്. അയ്യേ തോന്നുന്നില്ല. എന്താ കൈസ് ഓപ്പൺ ആവണില്ല. ഇതാണ് നമ്മുടെ സ്റ്റിക്ക്. കണ്ടിട്ടൊരു മരുന്നിൻ്റെ ഒക്കെ പോലെ ട്രൈ ചെയ്തോക്കാം. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതെന്താവുന്ന ഒരു ഐഡിയ ഇല്ല എനിക്ക്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ചിപ്സിൻ്റെ സൈഡിൽ നിന്ന് ചീറ്റോസാണ് വാങ്ങിയത്. എനിക്ക് ചീറ്റോസ് അത്ര ഇഷ്ടമില്ലെങ്കിലും ചീറ്റോസാണ്. ഇതൊരു സ്പൈസി ലൈം ഫ്ലേവറാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ സവർ ക്യാൻഡിയാണ് കൂടുതൽ വാങ്ങിയിട്ടുള്ളത്.
ചോക്ലേറ്റിൽ നിന്നും ഒരു ഞാൻ മറ്റു നല്ല ചോക്ലേറ്റും കഴിച്ചിട്ടുണ്ടാവും, ഗിഫ്റ്റ് കിട്ടിയതും അങ്ങനെ കുറേ കഴിച്ചിട്ടുണ്ടാവും. ചോക്ലേറ്റിന് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കിൻഡർ കാർഡ്സ് കണ്ടത്. ഇത് ചോക്ലേറ്റ് ആണോ ബിസ്ക്കറ്റ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ചോക്ലേറ്റ് ആയിട്ട് കൂട്ടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചോക്ലേറ്റിൽ നിന്ന് ഞാൻ അടുത്ത സെക്ഷൻസ് ചോക്ലേറ്റ്, ചിപ്സ്, സവർ ക്യാൻഡി, ഡ്രിങ്ക്, പിന്നെ ഡെസേർട്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. എല്ലാവരും കൂടി ഇത്തരത്തിലാണ് ഞാൻ ആക്കിയതാണ് കേട്ടോ. ഇത് നമ്മളെ ഒരു സവർ ക്യാൻഡി. ഇതിൻ്റെ പേര് ട്രിപ്പിൾ പവർ പുഷ് പോപ്പ് ആണ്. 3-in-1 ട്രിപ്പിൾ പവർ പുഷ് പോപ്പ്. കോള ഫ്ലേവർ ഉണ്ട്, റാസ്ബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. ഇത് സവർ ക്യാൻഡി അല്ല, എന്തൊരു ക്യാൻഡി. പിന്നെ വീണ്ടും എടുത്തിട്ട് ഫ്ലിപ്പ് ആൻഡ് ഡിപ്പ് പുഷ് പോപ്പാണ്. ഇതും ഇതൊക്കെ ഒരു ബ്രാൻഡിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ബ്രാൻഡിനെ പോലെ തോന്നുന്നുണ്ട്. നെക്സ്റ്റ് പുഷ് പോപ്പ്. ഈ ബ്രാൻഡിൻ്റെ പേര് പുഷ് പോപ്പാണെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന ഹെർബോസ്. ഞാൻ ഹെർബോസിനെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ മമ്മി ബേസാണ് കഴിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി ഇപ്പോഴാണ് ഈ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും. എല്ലാ ബ്രാൻഡിനും കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഈ 4 സാധനങ്ങളും ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ പുഷ് പോപ്പിൻ്റെ ബ്രാൻഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ചീറ്റോസും കിൻഡർ ജോയും ഹെർബോസൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ വേറെ ഡിഫറെൻറ്റ് ഫ്ലേവർ കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഡ്രിങ്ക് കിറ്റ് സ്റ്റാർബക്സിൻ്റെ ഒരു ഡ്രിങ്ക് കൊടുത്തിട്ടുണ്ട്, പുഡിംഗ് കൊടുത്തിട്ടുണ്ട്, ഡെസേർട്ടിന്. അതിന് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അത് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇത് കഴിക്കാം. നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് വരാം. ചിലപ്പോൾ എല്ലാതും കൂടി ഫുള്ള് ഫ്രഷ് ആയിപ്പോൾ നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് വരാം. ഞാനത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീറ്റോസ് എടുക്കാം. ഇത് സ്പൈസി ആണെങ്കിൽ നമുക്ക് പുഡിംഗ് അല്ലെങ്കിൽ ഡ്രിങ്ക് പൊട്ടിക്കാം. തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അതോടെ ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കളറൊക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പുളിയുണ്ട്. നല്ല പുളിയുണ്ട്. സാധാരണ പുളിയുണ്ട്. അത്ര സ്പൈസി അല്ല, നല്ല പുളിയാണ് കേട്ടോ. എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതിനൊരു 8 കൊടുക്കും. ഇതിന് ഞാൻ 10 മാറ്റിയിട്ട് ഒരു 7 ആട്ടോ കൊടുക്കാൻ പോകുന്നു. എന്താ അറിയില്ല. ഇത് പക്ഷേ 10 അത്രയില്ല. നമുക്ക് ഇതിനെങ്കിലും കിട്ടുമോ നോക്കാം. ഇത് ഞാൻ പറയട്ടെ, 8 ആണ് കേട്ടോ നോക്കണം. നമുക്ക് പുട്ടിങ് പൊട്ടിക്കാം. ഇങ്ങനെയാണ് എനിക്ക് നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നമുക്കത് 1, 2, 3 ചാടിയില്ല. ചാടി ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. ഫുള്ള് തെറിച്ച്. ഈ കണ്ടെയ്നറിലുള്ളപ്പോൾ നല്ല വലിയ പൊടി നമുക്ക് കഴിയുള്ളൂ. നല്ല വലിയ നമുക്ക് ട്രൈ ചെയ്തേക്കാം. നല്ല പൊടി, നല്ല വീട്ടിലേക്കുള്ള പൊടി. ഓക്കെ, ഇങ്ങനെയാണുള്ളത്. ഈ വൈറ്റ് പോർഷൻ മിൽക്കിൻ്റെയും കാരമലും നോക്കട്ടെ. മുകളിലത്തെ പോർഷൻ കാരമലും പിന്നെ മിൽക്കിൻ്റെ ടേസ്റ്റ്. നല്ല ടേസ്റ്റ്, മസ്റ്റ് ട്രൈ ആണ്. ഞാൻ ഓഫ് കോഴ്സ് 10 തന്നെ കൊടുക്കും. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രിങ്ക് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ബ്ലെൻഡ് എടുത്തിട്ടോ, പിന്നെ അതൊക്കെ അപ്പോൾ ഒരു കോഫീൻ്റെ ഒക്കെ സ്മെല്ലുണ്ട്. ഇത് കോഫീൻ്റെ ഫ്രാപ്പാണെന്ന് അറിയില്ല. ഞാനന്ന് ഇത് കാരമൽ ഫ്ലേവർട്ടാണ്, പക്ഷേ ഇത് കോഫി വെച്ചുണ്ടാക്കിയ ഫ്രാപ്പാണെന്ന് സംശയം. ഞാൻ അന്നവിടുന്ന് സ്റ്റാർബക്സിൽ നിന്ന് മേടിച്ചത്. അത് ഫ്രാപ്പിൽ മിൽക്ക് മാത്രം ആക്കിയിട്ടുള്ളതാണ്. കോഫീൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇതിനൊരു ഡാർക്ക് കോഫീൻ്റെ ഫ്ലേവർ ഉണ്ട്, പിന്നെ നല്ല മിൽക്കിൻ്റെ ഫ്ലേവറാണ് കേട്ടോ. മിൽക്കും കോഫീൻ്റെ ഒരു എക്സ്ട്രാ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റും. ഇതെനിക്കൊരു 5 കൊടുക്കും. പക്ഷേ ടേസ്റ്റ്